പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥർ അവർക്ക് നിശ്ചയിച്ച ബൂത്തുകളിലേക്ക് പോയി. സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചവരുടെയും മറ്റു മണ്ഡലത്തിലേക്ക് വോട്ട് മാറ്റിയവരുടെയും ലിസ്റ്റും പ്രത്യേകം നൽകിയിട്ടുണ്ട്. 184 ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത്. അതിൽ 7 ബൂത്തുകൾ പ്രശ്നബാധിതമാണ്. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, ബൂത്തുകളൊക്കെ ഒരുങ്ങിയോ? സാമഗ്രികളൊക്കെ എത്തിയോ? സുജയപാർവതി, 1,94,706 വോട്ടർമാർ, അവർക്കായാണ് 184 ബൂത്തുകൾ ഒരുങ്ങുന്നത്. ഞാൻ നിൽക്കുന്നത് ഈ നഗരസഭയിലെ 29ാം ഡിവിഷൻ 30ാം ഡിവിഷൻ, ഈ 2 ഡിവിഷനിലെ വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തുന്ന ഗവൺമെൻറ് യു പി സ്കൂൾ വെസ്റ്റ് യാക്കര. ഇവിടെ 5 ബൂത്തുകളുണ്ട്. അതിൽ 97ാം നമ്പർ ബൂത്താണ് ഇവിടെയുള്ളത്. അത് മാതൃകാ പോളിംഗ് സ്റ്റേഷനാണ്. ഇതുപോലെ 9 മാതൃകാ പോളിംഗ് സ്റ്റേഷൻ ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. വരുന്ന വോട്ടർമാർക്ക് വെയിലൊന്നും കൊള്ളാതെ ക്യൂ നിന്ന് വോട്ട് ചെയ്യാനുള്ള പന്തലൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി വരികയാണ്. ഈ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ വരുന്ന വോട്ടർമാരെ സ്വീകരിക്കുന്നത് ഇവിടെ ഈ ചുവപ്പ് പരവതാനിയാണ്. റാമ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ട്. ചുവപ്പ് പരവതാനി വിരിച്ചാണ് വോട്ടർമാരെ മാതൃകാ പോളിംഗ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കയറ്റുക. സാധാരണ പോളിംഗ് ബൂത്തുകളിൽ നമ്മൾ കാണുന്നത് കയറാനും ഇറങ്ങാനും ഒരു വാതിലായിരിക്കും. പക്ഷേ ഈ മാതൃകാ പോളിംഗ് ബൂത്തിൽ 2 വാതിലുണ്ട്. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലാണ്. അതുപോലെ തന്നെ അകത്തേക്ക് കയറാൻ മറ്റൊരു വാതിൽ കൂടിയുണ്ട്. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ എല്ലാ ബൂത്തുകളിലും 184 ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ കളക്ടറേറ്റിൽ ഇരുന്നു കൊണ്ട് ഇത് നിരീക്ഷിക്കാൻ സാധിക്കും. ഇതുപോലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഹരിതകർമ്മ സേനക്കാർ ഒരുക്കിയിട്ടുണ്ട്. ആ കാണുന്ന CCTV, അങ്ങനെ എല്ലാ ബൂത്തിലും അകത്തും പുറത്തും CCTV സംവിധാനങ്ങളുണ്ട്. അവിടെ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് നേരിട്ട് ബൂത്തിലെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കും. ഈ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ്റെ അകത്തും കാർപ്പറ്റൊക്കെ തന്നെ ഇട്ട് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ബൂത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവസാനവട്ട പണികളിലാണ്. അകത്ത് ബൾബൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. ഈ പോളിംഗ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനവട്ട ഒരുക്കത്തിലാണോ? സ്ലിപ്പ് എഴുതുവാണ് അല്ലേ? എന്തൊക്കെ പണികളാണ് ബാക്കിയുള്ളത്? മെയിനായിട്ട് ഇതാണ്. ബാക്കി സാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും തിരക്കിട്ട ജോലികളിലാണ്. ടേബിളൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 9 മാതൃകാ ബൂത്തുകളുണ്ട്. സാറേ, തിരക്കിലാണോ? അപ്പോൾ ASD ലിസ്റ്റൊക്കെ പരിശോധിച്ചു. അതൊക്കെയാണല്ലോ വിവാദങ്ങൾ. കിട്ടിയിട്ടുണ്ട്, പരിശോധിക്കണം. അതൊക്കെ ചെയ്യണം. എല്ലാ ബൂത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. രാത്രി ഇരുന്നും പണികളുണ്ടാവും അല്ലേ? അതെ. തന്നെയാണ് താമസവും? അതെ, ഇവിടെ തന്നെ, ഈ റൂമിൽ തന്നെ. അതെ. നേരത്തെ നമ്മൾ ഇക്ബാൽ പറഞ്ഞ ASD ലിസ്റ്റൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള സ്ലിപ്പൊക്കെ തന്നെ എഴുതി തയ്യാറാക്കുന്ന തിരക്കിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ബാക്കി ഇലക്ട്രിക് ജോലികളൊക്കെ തന്നെ ഒരു വശത്ത് നടക്കുന്നു. നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട് ഈ 184 ബൂത്തിൽ നിന്നും തത്സമയം അപ്പോൾ വിവരങ്ങൾ എത്തിക്കാൻ? തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണ സജ്ജമാണ്. എല്ലാ ബൂത്തിൽ നിന്നും ഓരോ അപ്ഡേഷനും കൃത്യമായി രാവിലെ മുതൽ തന്നെ ഉണ്ടാവും. പ്രശ്നബാധിത ബൂത്ത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ കള്ളവോട്ട് പ്രശ്നമൊക്കെ തന്നെ ഉണ്ടല്ലോ. കളക്ടർ ഉൾപ്പെടെ പറയുന്നുണ്ട്, കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കള്ളവോട്ട് വന്നു കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും പൂർണ്ണ സജ്ജമായി ഓരോ ബൂത്തിലും നമുക്ക് എല്ലാ വിവരങ്ങളും പോളിംഗ് സാമഗ്രികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബൂത്തുകൾ തയ്യാറായിരിക്കുന്നു. 184 പോളിംഗ് സ്റ്റേഷനുകളാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാകുന്നത്. അവിടെ നിന്നുള്ള അപ്പോഴുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ചൂടോടെ എത്തിക്കാൻ ഞങ്ങളുടെ വലിയ വാർത്താസംഘം പാലക്കാട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഒപ്പം ഞങ്ങളും.